മുടി കറുപ്പിക്കുന്നതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചിരുന്നു, മുടി കറുപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? ഇതൊന്നും മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിൽ ഉലമാഇന് ഏകഭിപ്രായമുള്ള വിഷയങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മദ്ഹബുണ്ട്. ഇതിൽ ഒന്ന്, യുദ്ധങ്ങളിൽ സംബന്ധിക്കുന്ന കാലത്ത് ശത്രുക്കളുടെ മുമ്പിൽ മുസ്ലിമീങ്ങളൊക്കെ ഒന്നാം നമ്പർ ചെറുപ്പക്കാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ അവർ താടിയും മുടിയൊക്കെ കറുപ്പിച്ചിരുന്നത് ജായിസാണ്. കാരണം അൽ ഹർബ് ഖുദ്അ, യുദ്ധത്തിൽ ചതിപ്രയോഗങ്ങൾ ഉണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല, അത് ജായിസാണ്, എല്ലാവർക്കും ജായിസാണ്. അഭിപ്രായം ഏകഭിപ്രായമാണ് 4 മദ്ഹബിലും. ഹറാമാണെന്ന് 4 മദ്ഹബിലും അഭിപ്രായം ഇതാണ്: ഒരു മനുഷ്യൻ ആളെ പറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്യാം. 60 വയസ്സായിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്, ഇത് ഹറാമാണ്, ഖുദ്അത്താണ്. അല്ലെങ്കിൽ പെണ്ണ് തലക്ക് നരച്ച ഒരവസ്ഥയിലാണ്, അതൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് കറുത്ത മുടിയാക്കി കാണിച്ചു കൊടുത്ത് വഞ്ചിക്കുക, ഇത് ഹറാമാണ്, കുറ്റകരമാണ്. 4 മദ്ഹബിലും അങ്ങനെയാണ്. ഇനി മഖാമു ഇഖ്തിലാഫിൻ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ഘട്ടമുണ്ട്. മദ്ഹബുൽ മാലിക്കിയ വൽ ഹനാബില, ഹംബലികളും മാലിക്കി മദ്ഹബിലും ഹനഫി ശാഫിഈ മദ്ഹബിലെ ഒരു അഭിപ്രായം അനുസരിച്ചും അൽ കറാഹ, ഇത് കറാഹത്താണ് എന്ന അഭിപ്രായമാണ്. പക്ഷെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതല്ല. മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും കറുപ്പിക്കൽ കറാഹത്താണ്, കറാഹത്തു തൻസീഹിൻ എന്നാണ് മദ്ഹബിന്റെ അഭിപ്രായം. പക്ഷേ ഇത് ഹറാമാണെന്നാണ് പ്രബലമായ അഭിപ്രായം ശാഫിഈ മദ്ഹബിലും ഹനഫിയിലും. ഇമാമുന നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ പറയുന്നു, ഇത്തഫഖൂ ഐ ശാഫിഈയ, ശാഫിഈ ഇമാമമാർക്ക് ഏക അഭിപ്രായമാണ് അലാ ദമ്മി ഖിദാബിർ റഅസി വൽ ലിഹ്യതി ബിസ്സവാദ്, തലയിലും താടിയിലും നരച്ച മുടികൾക്ക് കറുത്ത നിറം നൽകുന്നത് ഏറ്റവും ആക്ഷേപിക്കപ്പെടേണ്ട വിഷയമാണെന്ന് ശാഫിഈ ഇമാമിങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല തന്നെ. ثم قال الغزالي في الإحياء، إمامنا حجة الله الإسلام حجة الإسلام أبو حامد الغزالي رضي الله عنه അവരുടെ ഗ്രന്ഥമായ ഇഹ്യയിലും والبغوي في التهذيب, ഇമാമന ബഗവി തങ്ങൾ അവരുടെ തഹ്ദീബിലും وآخرون من الأصحاب, മറ്റു ഒരുപിടി അസ്ഹാബുകളും ഷാഫിഈ ഇമാമിന്റെ അസ്ഹാബും പറയുന്നത് ഹുവ മക്റൂഹുൻ, ഇത് കറാഹത്താണെന്നാണ്. വലാഹിറു ഇബാറതിഹിം അന്നഹു കറാഹത്തു തൻസീഹ്, പ്രത്യക്ഷത്തിൽ തോന്നിയാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടും, ചെയ്താൽ കുറ്റമില്ല എന്നാണ് തോന്നുന്നത്. വസ്സഹീഹു, എന്നാൽ സ്വഹീഹായ അഭിപ്രായം, ബലി സ്വവാബു, അവിടുത്തെ ശരിയായ അഭിപ്രായവും അന്നഹു ഹറാം, അത് ഹറാമാണെന്നാണ്. ഇത് നമ്മുടെ ഷാഫിഈ മദ്ഹബിന്റെ പ്രബലനായ ഇമാം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ട, ഇതിലപ്പുറം മദ്ഹബിൽ വേറെ അഭിപ്രായമില്ല. അപ്പോ കറാഹത്താണെന്ന ഉലമാഇന് അഭിപ്രായമുണ്ട്. പക്ഷെ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അത് നിഷിദ്ധമാണെന്നാണ്. കാരണം അതിലൊരു തരം വഞ്ചനയുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മഞ്ഞ നിറമോ ചുവപ്പ് നിറമോ കൊടുക്കൽ സുന്നത്തുമാണ്. വെളുത്തത് വെളുപ്പാക്കി തന്നെ സൂക്ഷിക്കണ്ട എന്നാണ്. അതിന് ഒരു മഞ്ഞ നിറമോ ചുമന്ന നിറമോ കൊടുക്കൽ സുന്നത്താണ്. അത്തരം മൈലാഞ്ചി ഉപയോഗിക്കുക. മൈലാഞ്ചിക്ക് തന്നെ ബ്ലാക്ക് കൊടുത്താലോ? ബ്ലാക്ക് ഹിന്ന മാർക്കറ്റിൽ ഉണ്ട് എന്നൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ രസം. അപ്പോ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് കൂലി ഏറ്റവും കിട്ടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും നല്ല സൂക്ഷ്മതയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഷാഫിഈ മദ്ഹബിൽ ഇത് ഹറാമാണ്, നമ്മുടെ ഉലമാഇന്റെ അഭിപ്രായം അതാണ്. അല്ല, കറാഹത്താണ് എന്ന് ഒരു പക്ഷം ഇമാമിങ്ങൾക്ക് അഭിപ്രായം. മാലിക്കി ഹംബലി മദ്ഹബുകളിൽ പ്രബലമായ അഭിപ്രായം അത് കറാഹത്താണെന്നാണ്. എന്നാ പിന്നെ ഞാൻ മാലിക്കി ആയിക്കോട്ടെ അല്ലേ? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളത് അസ്വഹ് സ്വീകരിക്കുന്നോ, പ്രബലമായ അഭിപ്രായം സ്വീകരിക്കുന്നുവോ, അല്ല ഇമാമിങ്ങളുടെ മറ്റഭിപ്രായം സ്വീകരിക്കുന്നുവോ?